Any serious problem? വിനോദ് ക്ലിനിക്കിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഐ വാസ് ലിറ്റിൽ വറീഡ് യു നോ. അതുകൊണ്ട് എന്റെ സിസ്റ്ററിനോട് ഞാനിത് പറഞ്ഞില്ല. എ സൈക്കാട്രിസ്റ്റ് ഷുഡ് കീപ് ഓൾ ദീസ് തിങ്സ് സീക്രട്ട്. അവളെ കെട്ടാൻ പോകുന്നവന് മെന്റൽ പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഡോക്ടർ എന്തൊക്കെയാ പറയുന്നത്? എല്ലാം എനിക്കറിയാം വിനോദ്. ചിലപ്പോൾ ചെറിയ കാരണങ്ങൾ മതി നമുക്ക് പിരിമുറുക്കുണ്ടാവാൻ. ഉദാഹരണത്തിന് നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയിൽ നിന്ന് ഫോണിലൂടെ നമ്മൾ ഒരു ഉമ്മ കിട്ടണമെന്ന് ആഗ്രഹിച്ചു, കിട്ടിയില്ല, അത് മതി പിരിമുറുക്കത്തിന്. ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാ. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വൈഫിനോട് ഞാൻ ഒരു ഉമ്മ ചോദിച്ചു, തന്നില്ല. അങ്ങനെ വല്ലാതെ പിരിമുറുകിയാണ് ഞാൻ ക്ലിനിക്കിൽ എത്തിയത്. ഇപ്പൊ പെരി ലൂസായ, എന്നാൽ ഇനി എന്നും തന്റെ പെരി ലൂസ് ആയിരിക്കും. തൽക്കാലം എനിക്ക് വട്ടൊന്നുമില്ല. ജോസഫ് മാത്യുവിന്റെ കഥ ഡോക്ടർ പത്രത്തിൽ വായിച്ചിരുന്നു. ഏത് ജോസഫ് മാത്യു? ഞാൻ ഓർക്കുന്നില്ല. നർക്കോട്ടിക് സെല്ലിലെ ഇൻസ്പെക്ടർ ആയിരുന്നു അദ്ദേഹം. അഴിമതിയില്ലാത്ത സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ. കേരളത്തിൽ അങ്ങനെയും ചിലരുണ്ടോ? അത്ഭുതം. 1 മാസമായി അദ്ദേഹം മിസ്സിംഗ് ആണ്. എങ്ങോട്ട് പോയെന്ന് എന്ത് സംഭവിച്ചെന്നോ ആർക്കും അറിയില്ല. അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. മാത്യു സാറിന് ഭാര്യ ഒരു മകളും ഉണ്ട്. ഭാര്യ ഡിപ്രഷൻ കൊണ്ടാണോ ഭയം കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. കുറച്ചു ദിവസമായി മിണ്ടാട്ടമില്ല. ഡോക്ടർ അവരെ ഒന്ന് കാണണം. തീർച്ചയായും. ടുഡേ ഈവനിങ് ഓർ ടുമോറോ മോർണിംഗ് എപ്പോഴാന്ന് വെച്ചാൽ വരാൻ പറയൂ. അവര് വന്നിട്ടുണ്ട്. പുറത്ത് കാറിലിരിക്കുക. വിളിക്കട്ടെ? വേണ്ട, അലി വിളിച്ചോണ്ട് വരും. ഒരു വൈറ്റ് അംബാസഡർ കാറുണ്ട് പുറത്ത്. ഓക്കെ സാർ. ഞാൻ ഡ്യൂട്ടിയിലാണ്. ഓക്കെ, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ഓക്കെ. ഡോക്ടർ ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ടോ? ആര് പറഞ്ഞു? അനുവിനെ ഡോക്ടർ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചതല്ല. ഞാൻ മറ്റാരോ വിളിച്ചപ്പോ റോങ് നമ്പർ പോയിട്ട് കിട്ടിയത് അനുവിനെ. അപ്പോ എന്തെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ച് ബാംഗ്ലൂർ വരുന്നുണ്ടെന്ന് പറഞ്ഞതാ. ഓ, ഹലോ അനു, ഡോക്ടർ ശാന്താറാം ഹിയർ. ഞാൻ ബാംഗ്ലൂരിൽ വരുന്ന കാര്യം എന്റെ അമ്മയോടും അനുവിന്റെ ചേട്ടനോടൊക്കെ പറഞ്ഞു അല്ലേ? അല്ല, നന്നായി പറഞ്ഞത്, നന്നായി. ഇതിലിപ്പോ ഇത്ര രഹസ്യം ധരിക്കുന്നു. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരൊക്കെ തിരക്കുള്ളവരല്ലേ. നമ്മുടെ ഈ സില്ലി മാറ്റേഴ്സ് ഒക്കെ അവരുമായി ഡിസ്കസ് ചെയ്ത് നമ്മൾ അവരുടെ സമയം മെനക്കെടുത്തണം. അതുകൊണ്ട് ഞാൻ ഇപ്പൊ വിളിച്ചതും ഇനി വിളിച്ചാൽ അതും അവരോടൊന്നും പറയണ്ട. ചിലതൊക്കെ പറയാതിരിക്കുന്നതിലുമില്ലേ ഒരു രസം. എന്ത് രസമെന്നോ? എന്തോ ഒരു രസം. പിന്നെന്തൊക്കെയുണ്ട് അനു വിശേഷങ്ങൾ? അനുവിന് സുഖമല്ലേ? ഓ, അത് കേട്ടാ മതി എനിക്ക്. ഒരു കാര്യം ഞാൻ പറയട്ടെ, നല്ല രസമാണ് അനുവിന്റെ ശബ്ദം കേൾക്കാൻ. സ്വീറ്റ് വോയിസ്. ഇരിക്കൂ. അമ്മയ്ക്ക് വട്ടാണല്ലേ? അങ്ങനെ ചോദിച്ചത് എന്റെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. ചിലപ്പോ രോഗി അത് കേട്ട് വയലന്റ് ആകും, പിന്നീട് ശാന്തത കൈവരിക്കും. ചിലപ്പോ അതോടെ അസുഖം ഭേദമാവുകയും ചെയ്യും. ആ മെത്തഡ് ഏറ്റില്ല. ഇരിക്കൂ. അച്ഛനെ കാണാതായിട്ട് എത്ര നാളായി എന്നാ പറഞ്ഞത്? ചേ, എന്താ ഇത്? ഒരു ഡോക്ടർക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണ്ടേ? അതല്ല ഡോക്ടർ, അമ്മയും കൂടി ഈ അവസ്ഥയിലായപ്പോ മറ്റാരുമില്ല ഞങ്ങൾക്ക്. രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങാതിരിക്കപ്പോ അമ്മ വാതില് തുറന്ന് പുറത്തുപോയി വല്ല കടുങ്കയും ചെയ്യുമെന്നുള്ള ഭയത്തിൽ. എന്താ പേര്? സോഫിയ. സോഫിയക്ക് ജോലി വല്ലതുണ്ടായിരുന്നോ? B.Ed കഴിഞ്ഞതാ. PSC എഴുതി. മാനേജ്മെന്റ് സ്കൂളിൽ ചേരാന്ന് വെച്ചാ കുറെ പണം വേണം. അച്ഛൻ റിട്ടയർ ചെയ്യാൻ 1 വർഷമേ ഉള്ളൂ. അപ്പൊ കിട്ടാനിടയുള്ള പണം വെച്ച് അങ്ങനെയൊക്കെയാ വിചാരിച്ചിരുന്നത്. ഇപ്പൊ കുറച്ചു കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അമ്മയുടെ കാര്യത്തിൽ ഇനി ഭയം വേണ്ട. ഞാൻ ഏറ്റു. എന്റെ അടുത്ത് എത്തിപ്പെട്ടത് ഭാഗ്യമാണെന്ന് കൂട്ടിക്കോളൂ. കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ടാലന്റ് ഓഫ് ദി ഇയർ ആയി എന്നെ തെരഞ്ഞെടുത്തത് അറിഞ്ഞിരിക്കുമല്ലോ. ജോർജ് ബുഷ് ഓടി വന്ന് ഷേക്ക് ഹാൻഡ് ചെയ്യായിരുന്നു. ഇതാ കണ്ടില്ലേ? ഹലോ, ഡോക്ടർ ശാന്താറാം എന്റെ ക്ലിനിക് ഉണ്ടല്ലോ. ഡോക്ടർ പതിപോലെ ബുഷിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുക. ആരാ? ഉടനെ വരൂ. ഉടനെ പറഞ്ഞ സോറി. എന്റെ പേര് എലി. അല്ല, അലി. ബാപ്പാന്റെ പേര് പൂക്കുഞ്ഞിക്കോയ. ഓ, മരിച്ചുപോയി. ഓക്കെ. കരണ്ട് ഭാർഗവനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കരണ്ട് ഭാർഗവനോ? അതാര്? കരണ്ട് ഭാർഗവനെ പറ്റി കേട്ടിട്ടില്ല? അതോ ലോക ഗുണ്ട കുട്ടിക്കാനം കുരിയച്ചെന്ന വൻ തോക്കിനെ 110 kV ഇലക്ട്രിക് കമ്പി വലിച്ചെറിഞ്ഞ് ചുട്ടരിച്ച് കൊന്നവൻ. അങ്ങനെയല്ലേ കരണ്ട് ഭാർഗവൻ എന്നുള്ള പേര് വീണത്. അയാൾ ഇപ്പൊ വിളിച്ചത്
ഉടനെ ഇങ്ങോട്ട് വരുന്നു. സത്യം പറ ഡോക്ടർ, ഡോക്ടറോട് അയാൾക്ക് വല്ല ശത്രുത ഉണ്ടോ? എനിക്ക് അയാളെ അറിയില്ലെന്ന് പറഞ്ഞില്ലടോ. എങ്കിൽ പിന്നെ ഡോക്ടറുടെ മറ്റേതെങ്കിലും ശത്രുക്കൾ ഡോക്ടറെ കരണ്ട് പറഞ്ഞ് ഏൽപ്പിച്ചു കാണും. എനിക്ക് ഏത് ശത്രുക്കൾ? എല്ലാ മനഃശാസ്ത്രജ്ഞന്മാരും തമ്മി ശത്രുക്കളല്ലേ? എങ്കിലും അവൻ വരട്ടെ. അവൻ കരണ്ടാണെങ്കിൽ ആ കരണ്ടിന് ഫ്യൂസ് ചെയ്യാൻ വരും. എന്റെ മുമ്പിൽ വന്നാൽ അവന്റെ കൈകാലുകൾ ചലിക്കുകയില്ല. ഹിപ്നോട്ടൈസ് ചെയ്ത് ഫ്രീസ് ചെയ്ത് കളയും ഞാൻ. അപ്പൊ കുട്ടിക്ക് എത്ര മക്കളാണെന്നാ പറഞ്ഞത്? ഓ സോറി, മക്കളല്ല, അമ്മ. കുട്ടിക്ക് ഒരമ്മയാണല്ലേ ഉള്ളത്? അച്ഛനും ഒന്നല്ലേ ഉള്ളൂ. അയാൾ എന്തിനാ നാട് വിട്ടു പോയത്? അലി എവിടെ പോകുന്നു? ഞാൻ പുറത്ത് നിൽക്കാം. വേണ്ട, അകത്ത് നിന്നോളൂ. പുതിയ രോഗികൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ നോക്കാനാ. നോക്കിയില്ലെങ്കിലും അവര് വന്നോളും. ഇപ്പൊ ഇവിടെയുള്ള രോഗിയുടെ കാര്യം ശ്രദ്ധിക്കൂ. അത് ഡോക്ടർ നോക്കുന്നുണ്ടല്ലോ. ഞാൻ വരുന്നത് വരെ താൻ നോക്കണം. അതിന് ഡോക്ടർ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഇന്നലെ തുടങ്ങിയതാ എന്റെ സ്പൈനൽ കോഡിനൊരു വേദന. അത് ഹിപ്നോട്ടിസ് ചെയ്ത് ശരിയാക്കൂടെ? അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യാം. സ്പൈനൽ കോഡിനോട് മാത്രം കളി പറ്റില്ല. ഉടനെ സർജനെ കാണണം. ഇരിക്കട്ടോ, പേടിക്കാനൊന്നുമില്ല. അല്ല, കൂട്ടത്തിൽ എന്റെ സ്പൈനൽ കോഡും കൂടി ഒന്ന് കാണിക്കാമായിരുന്നു. തനിക്ക് വേദനയുണ്ടോ? ഇല്ല, ഇനി ഉണ്ടായാലോ? ആദ്യം എന്റെ സ്പൈനൽ കോഡ് കഴിയട്ടെ. തൽക്കാലം താൻ ഇവിടെ നിന്നാ മതി കേട്ടോ. അത് തന്നെ കരണ്ട്. ഞാൻ നിൽക്കുന്നതാണ് ഡോക്ടർ ശാന്താറാം. അത് ഞാനല്ല. പിടിയടാവനെ. ഡോക്ടറെ, എന്നെ പേടിച്ചോടിയതാണല്ലേ? അല്ല, ഡോക്ടേഴ്സ് അസോസിയേഷന്റെ വാർഷികത്തിന് ഓട്ട മത്സരത്തിന് പേര് കൊടുത്തിരുന്നു. അതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഓടാറുണ്ട്. കള്ളം, പച്ചക്കള്ളം. സത്യം പറ, പേടിച്ചിട്ടല്ലേ ഓടിയത്? ഓടണം. ഭാർഗവനെ കാണുമ്പോ ഏത് കൊലക്കൊമ്പനും ഓടണം. ഓടുന്നവനെ ഓടിച്ചിട്ട് പിടിക്കലാണ് ഞങ്ങളുടെ രീതി. ഇരയെ വേട്ടയാടി കൊന്നു തിന്നുന്നതാണ് ഞങ്ങളുടെ ശൈലി. ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. അതൊക്കെ അകത്ത് നിന്നിട്ട് പറയാം. കമാൻ. അണ്ണാ ഒരു സെക്കൻഡ്. ഭ്രാന്തന്മാർക്കെല്ലാം സ്ഥലം വിടാം. ചികിത്സ കഴിഞ്ഞു.